ഈ ചോദിച്ച ചോദ്യങ്ങളാണ് നിങ്ങളുടെ ജില്ലാ കമ്മിറ്റികളിൽ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഒന്ന് ചോദിക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് വാർത്ത ശരിയാണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുകയാണ്, കണ്ടീഷനിലാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിക്കുന്നത് മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നത് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വലിയ സന്തോഷം. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. ഇതാണ് കേരളം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ മുൻഗണന എന്താണ്? അതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ധാർഷ്ട്യമില്ല, അഹങ്കാരമില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞു. KPCC പ്രസിഡന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ദ്യനായ ഒരു ബിഷപ്പിനെയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി വിവരദോഷി എന്ന് വിളിച്ചത്? ഈ കഴിഞ്ഞ ദിവസം വിവരദോഷി വിളിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ അസംബ്ലിയിലെ സ്പീക്കറെ ആലോചിക്കണം. അങ്ങ് ആലോചിച്ചിട്ട് മതി. ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല. എന്താണെന്നറിയോ? അത് അൺപാർലമെന്ററിയാണ്. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച 3-4 വാക്കുകളുണ്ട്. ഞാനത് കോട്ടിയില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്ക് പോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് ആ വിവരദോഷി എന്ന് ആ പിതാവിനെ, അഭിവന്ദ്യനായ പിതാവിനെ വിളിച്ചപ്പോൾ ആ പാവം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ. ആ റിയാസ് പാവം, ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ്, ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല. ആ പാവം മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ. ഈ ബാലഗോപാൽ ധനകാര്യമന്ത്രി ഒന്നും കണ്ടില്ല. ഒറ്റ മന്ത്രി, ഒറ്റ MLA വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല. റിയാസെങ്കിലും ഉണ്ടായിരുന്നു, ഭാഗ്യം. അപ്പൊ അതുകൊണ്ട് വാക്കുകൾ നമ്മൾ ബഹുമാനത്തോടുകൂടിയും സൂക്ഷിച്ചുമൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. സാർ ഈ ഒറ്റ കാര്യം കൂടി പറയില്ല, ഈ ഓൺ റെക്കോർഡാ. ഞങ്ങളുടെ കാലത്ത് 600 രൂപ ഉണ്ടായിരുന്നുള്ളൂ പെൻഷൻ, ഇല്ലേ? OS അംബികയ്ക്ക് അന്ന് കൊടുത്തൊരു മറുപടി 8/6/2021 കേട്ടോ. പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ 80 വയസ്സിന് മുകളിൽ എന്നാ കാലം എന്നറിയാം? 1/4/2012 900 രൂപ. 1/4/2013 1100 രൂപ. 1/4/2014 ഈ 80 വയസ്സിന് മുകളിൽ 1200 രൂപ. ഇതെല്ലാം കൂടിയാണ് ഐസക് വന്നിട്ട് ഏകീകരിച്ച് 1000 രൂപ ആക്കിയത്. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് 600 രൂപയാണ്. നിങ്ങൾ തന്ന മറുപടിയാണ്. ബഹുമാനപ്പെട്ട അംഗം അംബികയുടെ കയ്യിൽ മറുപടി ഉണ്ട്. അല്ല, അന്നൊക്കെ ഇത് കൊടുത്തിരുന്നു. ഇതൊക്കെ ഓരോ വർഷം കൂടും. അച്യുതാനന്ദൻ അല്ല VS അച്യുതാനന്ദൻ, അതാണ് അവർ ഒച്ചുണ്ടാക്കുമ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാം. VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് 400 രൂപ കൊടുത്തിട്ടുള്ളൂ. 400 രൂപ അതന്ന് അതാ പറ്റുള്ളൂ. അന്നത്തെ നമ്മുടെ ഇക്കോണമി അതാണ്, നമ്മുടെ ഇക്കോണമിയുടെ സൈസ് അതാണ്, അന്നത്തെ രൂപയുടെ മൂല്യം അതാണ്. അത് പിന്നീട് 600, 1000, 900 ഒക്കെ ആക്കി ഞങ്ങളുടെ കാലത്ത് മാറ്റി. നിങ്ങൾ വന്നപ്പോൾ നിങ്ങളത് 1200 പിന്നെ 1600 ആക്കി. ഇപ്പൊ നിങ്ങൾ ഉറപ്പ് കൊടുത്തല്ലോ, 3 കൊല്ലം മുമ്പ് ഒരു ഉറപ്പ് കൊടുത്തല്ലോ. നിങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിച്ചത് ആ ഉറപ്പ് കൊടുത്തിട്ടാ. ഞങ്ങൾ വന്നാൽ 2500 ആക്കും. എന്നിട്ടാണ് മറ്റേ അമ്മുമ്മയുടെ പാവം മുത്തശ്ശിയുടെ ഈ പൈസ കിട്ടിയപ്പോൾ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അത് പരസ്യമാക്കി വിശ്വനാഥ് ഇവിടെ പറഞ്ഞതുപോലെ നിങ്ങൾ വോട്ട് തേടിയത്. എന്നിട്ട് നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങൾ 2500 ആക്കിയോ? നിങ്ങളെ കൊണ്ട് പറ്റില്ല. 2500 വോട്ട് ഉള്ളത് കൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പണമില്ല. നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റില്ല. അതല്ലാതെ ആ വിഷയം ഞങ്ങളിവിടെ പറയും, ഇനിയും പറയും. കൊടുത്തില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങളുടെ ജോലിയാണത്. അത് ഇതുപോലെ നിന്ന് പുറയിലിരുന്ന് ബഹളം വെച്ചാലൊന്നും ഞങ്ങളത് പറയാതിരിക്കില്ല. ഞങ്ങൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടും സംസാരിക്കും. അത്